നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സ് നമ്മൾ കൺവേർജൻ സീക്വൻസിന്റെ ചില പ്രോപ്പർട്ടീസ് ആയിരുന്നു നമ്മൾ പഠിച്ചത്. കൺവേർജൻ സീക്വൻസിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഓൾസോ ഓർഡറിംഗ്, ഇതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നൗ കൺവേർജൻ സീക്വൻസിന്റെ കുറച്ചുകൂടെ കോൺക്രീറ്റ് ആയിട്ടുള്ള ചില പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് സ്ക്വീസ് തിയറം. സ്ക്വീസ് തിയറം, സാൻഡ്വിച്ച് തിയറം എന്നും ചില പുസ്തകത്തിൽ പറയാറുണ്ട്. സിമ്പിൾ ഐഡിയ ആണ്. Okay, so you are given with three sequences: x is equal to xn, comma y is equal to yn, and z is equal to zn. This three sequence satisfies the inequality xn less than or equal to yn less than or equal to zn for all n. Okay, xn yn നെക്കാട്ടിലും ചെറുതാണ്, yn zn നെക്കാട്ടിലും ചെറുതാണ്. And also it is given that limit of xn is equal to limit of zn. അതായത് xn ന്റെയും zn ന്റെയും ലിമിറ്റ് സെയിം ആണ്. Okay, then limit of zn is equal to limit of yn is equal to limit of x. Okay, so ഈ റിസൾട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നമുക്ക് മൂന്ന് സീക്വൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് yn എന്ന് പറയുന്ന സീക്വൻസിന്റെ ലിമിറ്റ് ആണ് കണ്ടെത്തേണ്ടതെന്ന് വെച്ചോളൂ. ഓക്കെ, സോ yn നെക്കാട്ടിലും ചെറിയൊരു സീക്വൻസ് അറിയാം, yn നെക്കാട്ടിലും വലിയൊരു സീക്വൻസ് നമുക്കറിയാം. അത് മാത്രമല്ല, ഈ രണ്ട് സീക്വൻസ് xn ന്റെയും zn ന്റെ ലിമിറ്റും സെയിം ആണെങ്കിൽ അതേ ലിമിറ്റ് തന്നെയായിരിക്കും yn എന്ന് പറയുന്ന സീക്വൻസിന്റെ ലിമിറ്റ്. ഇതാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതായത് yn എന്ന് പറയുന്ന സീക്വൻസിനെ xn ന്റെയും zn ന്റെയും ഇടയ്ക്ക് നമ്മൾ സ്ക്വീസ് ചെയ്യും. ഇൻഫാക്ട് xn ഉം zn ഉം സെയിം ലിമിറ്റിലോട്ട് പോവുകയാണെങ്കിൽ yn ഷുഡ് ഓൾസോ ഗോ ടു ദ സെയിം. അപ്പം xn എന്ന് പറയുന്ന സീക്വൻസ് ഇപ്പോൾ എക്സിലോട്ട് പോകുന്നു, zn എന്ന് പറയുന്ന സീക്വൻസ് എക്സിലോട്ട് പോകുന്നു. xn ന്റെയും yn ന്റെയും zn ന്റെയും ഇടയ്ക്കാണ് y. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എക്സിലോട്ട് പോകുന്നു, റൈറ്റ് ഹാൻഡ് സൈഡും എക്സിലോട്ട് പോവുകയാണെങ്കിൽ ദ നാച്ചുറൽ terminology is to assume that the sequence yn also goes to x. ഇതാണ് നമ്മളുടെ സ്ക്വീസ് തിയറം. അതായത് നമ്മൾ yn എന്ന് പറയുന്ന സീക്വൻസിനെ സെയിം ലിമിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന രണ്ട് സീക്വൻസുകളുടെ ഇടയ്ക്ക് സ്ക്വീസ് ചെയ്യുകയാണെങ്കിൽ yn ന്റെ ലിമിറ്റ് xn ന്റെ ലിമിറ്റുമായിട്ട് അല്ലെങ്കിൽ zn ന്റെ ലിമിറ്റുമായിട്ട് സെയിം ആണ് എന്നുള്ളതാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ഇതിന്റെ പ്രൂഫിലേക്ക് നമുക്ക് പോകാം. സോ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. xn, yn, zn ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ. ലിമിറ്റ് xn is equal to ലിമിറ്റ് zn എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ അസ്യൂം ചെയ്യുന്നു w ആണ് ലിമിറ്റ് xn അഥവാ ലിമിറ്റ് zn. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലിമിറ്റ് ഓഫ് yn is also is equal to ലിമിറ്റ് ഓഫ് xn, അല്ലെങ്കിൽ w തന്നെയാണ് ലിമിറ്റ് ഓഫ് yn എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇതിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് മോഡുലസ് ഓഫ് xn minus w is less than epsilon for all n greater than or equal to some k1. Limit of zn is equal to w ആയതുകൊണ്ട് modulus of zn minus w is less than epsilon for all n greater than or equal to some k2. And k is equal to maximum of k1 k2 എടുക്കുകയാണെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് minus epsilon less than xn minus w less than epsilon and minus epsilon less than zn minus w less than epsilon for all n greater than or equal to k. Okay. So അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് തന്നിട്ടുള്ള ഇനീക്വാലിറ്റി എടുക്കുന്നു. നമുക്ക് തന്നിട്ടുള്ള ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഇനീക്വാലിറ്റി xn less than or equal to xn less than or equal to yn less than or equal to zn. നമ്മൾ എല്ലാത്തിനോടൊപ്പം w മൈനസ് ചെയ്യും. സിംപ്ലൈസ് w മൈനസ് ചെയ്യുമ്പോൾ xn മൈനസ് w
less than or equal to yn minus w less than or equal to zn minus w. കാരണം വ്യത്യാസമൊന്നും ഉണ്ടാകും. ഇനി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, n ഗ്രേറ്റർ ദാൻ k ആകുമ്പോൾ മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത് xn മൈനസ് w-നെക്കാട്ടിലും ചെറുതാണ്. ഓക്കെ, അതുപോലെ തന്നെ n ഗ്രേറ്റർ ദാൻ k ആകുമ്പോൾ zn മൈനസ് w-നെക്കാട്ടിലും വലുതാണ് എപ്സിലോൺ. സോ ആ രണ്ട് പാർട്ട് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ വാട്ട് വി ഗെറ്റ് ഈസ് മൈനസ് എപ്സിലോൺ ലെസ് ദാൻ xn മൈനസ് w ലെസ് ദാൻ yn മൈനസ് w ലെസ് ദാൻ zn മൈനസ് w less than epsilon for all n greater than or equal to k. So ഈ പാർട്ട് നമ്മൾ എടുത്തത് ഇതിൽ നിന്നാണ്, ഈ പാർട്ട് നമ്മൾ എടുത്തത് ഇതിൽ നിന്നാണ്. ഓക്കെ, സോ ഇനി നമ്മൾ അതിന്റെ മിഡിൽ പാർട്ട് എല്ലാം കളയുന്നു. സോ വാട്ട് വി ഗെറ്റ് ഈസ് മൈനസ് എപ്സിലോൺ ലെസ് ദാൻ yn മൈനസ് w ലെസ് ദാൻ എപ്സിലോൺ for all n greater than or equal to k. Okay, which implies modulus in the definition അനുസരിച്ച് what we can say is the fact that modulus of yn minus w is less than epsilon. അത് തന്നെയാണിത്. Okay, for all n greater than or equal to k, which implies yn converges to w or limit yn is equal to w, which is limit xn and which is limit zn. Okay, so നമ്മൾ yn എന്ന് പറയുന്ന സീക്വൻസ് സെയിം ലിമിറ്റിലേക്ക് കൺവേർജ് ചെയ്യുന്ന രണ്ട് സീക്വൻസിന്റെ ഇടയ്ക്ക് സ്ക്വീസ് ചെയ്യുമ്പോൾ ആ yn എന്ന് പറയുന്ന സീക്വൻസ് ലിമിറ്റ് xnന്റെയും zന്റെയും ലിമിറ്റുമായിട്ട് സെയിം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ xന്റെ ലിമിറ്റും zന്റെ ലിമിറ്റും സെയിം ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു ആർഗ്യുമെന്റിലേക്ക് പോകേണ്ടത്. അതുപോലെ തന്നെ xന്റെയും zന്റെയും ഇടയ്ക്ക് നമ്മൾ y-നെ സാൻഡ്വിച്ച് ചെയ്യുമ്പോൾ xന്റെ ലിമിറ്റും zന്റെ ലിമിറ്റും സെയിം ആണെങ്കിൽ അത് തന്നെയായിരിക്കും y-ന്റെയും ലിമിറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് ദ തിയറം. സോ നമുക്ക് ഇത് വെച്ചിട്ട് കുറെ സീക്വൻസുകളുടെ കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് ഉള്ള നാച്ചുറൽ ക്വസ്റ്റ്യൻ. സോ the first question, let's discuss about some question. The first question is question number 1. Convergence or divergence of xn is equal to n. നമുക്ക് തന്നിരിക്കുന്ന റിസൾട്ട് വെച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പൊ xn എന്ന് പറയുന്ന സീക്വൻസ് എടുക്കുക. xn is n, which is actually 1, 2, 3, etc. Clearly it is not bounded. Okay, കാരണം xn less than or equal to m ആണെങ്കിൽ n less than or equal to m for all n എന്ന് വരും, which is actually contradicting what Archimedean property. Archimedean property പറയുന്ന നാച്ചുറൽ നമ്പേഴ്സിന് അപ്പർ ബൗണ്ട് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. So it is not bounded. By result implies നമ്മൾ ആ റിസൾട്ട് കോട്ട് ചെയ്യണം. A convergent sequence is always bounded എന്ന റിസൾട്ട് കോട്ട് ചെയ്യണം. So bounded അല്ലെങ്കിൽ it is not convergent. ഇതാണ് every convergent sequence is bounded. ഈ റിസൾട്ട് വെച്ച് നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സോ xn is equal to n എന്ന് പറയുന്ന സീക്വൻസ് ബൗണ്ടഡ് അല്ല, അതുകൊണ്ട് അത് കൺവേർജന്റ് അല്ല. n ന് പകരം n സ്ക്വയർ, n ക്യൂബ്, n റൈസ് ടു 4, n റൈസ് ടു 5, n റൈസ് ടു 5. ജനറലി ഇതിന് പകരം xn is equal to നമുക്ക് n റൈസ് ടു k, where k is പോസിറ്റീവ് എന്നെടുക്കുകയാണെങ്കിൽ ആ സീക്വൻസും ജനറലി എന്തല്ല, ബൗണ്ടഡ് അല്ല, അതുകൊണ്ട് ആ സീക്വൻസും കൺവേർജന്റ് അല്ല. സോ ഈ സീക്വൻസ് ഇസ് നോട്ട് കൺവേർജന്റ്. നമുക്ക് ജനറലി അങ്ങനെ പറയാം. സോ ദിസ് ഈസ് വൺ എക്സാമ്പിൾ. ലിമിറ്റ് 2n plus 1 divided by n is equal to 2 എന്ന് പ്രൂവ് ചെയ്യാം. So here xn is equal to 2n plus 1 divided by n. So ഇത് സം xn divided by yn എന്നുള്ള ഫോർമാറ്റാണ്. ഇനി നമ്മൾ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ 2n divided by n plus 1 by n എന്ന് എഴുതാൻ സാധിക്കും. That is, this is actually 2 plus 1 by n. Okay, so limit of xn is actually equal to limit of 2 plus 1 by n.
ഇനി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ലിമിറ്റ് ഓഫ് എക്സ് എൻ പ്ലസ് വൈ എൻ ഈസ് ആക്ച്വലി ലിമിറ്റ് ഓഫ് എക്സ് എൻ പ്ലസ് ലിമിറ്റ് വൈ എൻ. ദിസ് ഈസ് ആക്ച്വലി ലിമിറ്റ് 2 പ്ലസ് ലിമിറ്റ് 1 ബൈ എൻ. 1 ബൈ എന്നുള്ള സീക്വൻസ് സീറോയിലേക്കാണ് പോകുന്നത് നമുക്കറിയാം. സോ ദിസ് ഗോസ് ടു 0. This is a constant sequence which goes to 2. So actually the answer becomes 2 plus 0 which is equal to 2. So our sequence is limited 2. So this is another example. So ഇങ്ങനെ വരുന്ന സീക്വൻസുകളെ നമുക്ക് അറിയാവുന്ന സീക്വൻസുകളിലേക്ക് മാറ്റി ചെയ്യുക എന്നുള്ളതാണ് ഐഡിയ. So next question, limit 2n plus 1 divided by n plus 5. ഇത് കണ്ടെത്തുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ xn is equal to 2n plus 1 divided by n plus 5. സോ ഇവിടെ ഇതിനെ xn by yn എന്ന് എഴുതിയാൽ ഈ സീക്വൻസ് ബൗണ്ടഡ് സീക്വൻസ് അല്ല, അതുകൊണ്ട് കൺവേർജ് ഇല്ല. ഈ സീക്വൻസ് ബൗണ്ടഡ് സീക്വൻസ് അല്ല, അത് കൺവേർജ് ഇല്ല. സോ ഇത് വെച്ച് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ അതിനു വേണ്ടി നമുക്ക് 1 by n എന്ന ഫോമിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം 1 by n കൺവേർജസ് ടു 0 ആണെന്ന് നമുക്കറിയാം. സോ അതിനുവേണ്ടി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും n കോമൺ എടുക്കും. So this is equal to n into 2 plus 1 by n divided by n into 1 plus 5 by n. Okay, so ഇത് cancel ആക്കി കളയാം. So this is actually, this sequence is 2 plus 1 by n divided by 1 plus 5 by n. ഇതാണ് ആ sequence. So limit of xn എന്നതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ is equal to limit of 2 plus 1 by n divided by limit of 1 plus 5 by n. Okay, it is limit of 2 plus limit of 1 by n divided by limit of 1 plus limit of 5 by n. 1 by n limit 0 ആണ്. 5 by n ലിമിറ്റ് എന്ന് വെച്ചാൽ 5 into 1 by n ലിമിറ്റ് ആണ്. സോ 1 by n ലിമിറ്റ് 0 ആയതുകൊണ്ട് ഈ പാർട്ട് 0 ആകും, ഇതും 0 ആകും. Limit of 2 is 2. So this is 2 plus 0 divided by 1 plus 0, which is actually 2 by 1 is equal to 2. So ഈ സീക്വൻസിന്റെ ലിമിറ്റ് 2 ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ 1 by n ഫോമിലാക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ n പകരം n സ്ക്വയർ വന്നിരുന്നെങ്കിൽ നമ്മൾ n സ്ക്വയർ കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്ത് 1 by n സ്ക്വയർ എന്നുള്ള ഫോമിലാക്കാനായിരിക്കും നമ്മൾ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ, ലിമിറ്റ് sin n by n ഈ സീക്വൻസിന്റെ ലിമിറ്റ് കണ്ടെത്തുക. ഇത് കുറച്ചുകൂടെ ട്രിക്കിയാണ്. നമ്മൾ സാൻഡ്വിച്ച് തിയറമാണ് യൂസ് ചെയ്യുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൈൻ എക്സിന്റെ വാല്യൂ എപ്പോഴും -1ന്റെയും 1ന്റെയും ഇടയ്ക്കാണ്. സോ സൈൻ n ഈസ് ഇൻ ബിറ്റ്വീൻ -1 and 1. സോ സൈൻ n by n എന്നുകൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -1 by n ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു sin n by n is less than or equal to 1 by n. നമുക്കറിയാം n tends to infinity ആകുമ്പോൾ 1 by n tends to 0. So -1 by n tends to -1 into 1 by n. So which tends to -1 into 0 tends to 0. So ഇതിനെ xn ആയിട്ട് എടുക്കുക. Middle part is yn, zn. So this is corresponding ഇത് yn, ഇത് zn, ഇത് xn. So xn ഉം zn ഉം converges to 0. This converges to 0 and this converges to 0. So by Sandwich theorem വെച്ചിട്ട് നമുക്ക് easily establish ചെയ്യാൻ പറ്റും limit of yn. നമുക്ക് Sandwich theorem വെച്ച് നമുക്ക് establish ചെയ്യാൻ പറ്റും limit of yn which is equal to limit of sin n by n should always go to 0. So Sandwich theorem വെച്ചിട്ടാണ് ഇത് establish ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്ത ഐഡിയ എന്ന് പറയുന്നത് sin x ന്റെ വാല്യൂ -1ന്റെയും 1ന്റെയും ഇടയ്ക്കാണെന്നുള്ളത് ഐഡിയ ആണ്. സോ സിമിലർലി ലിമിറ്റ് ഓഫ് cos n by n നിങ്ങൾക്കുള്ള എക്സസൈസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ലിമിറ്റ് 2n by n square plus 1 ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് 7 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി അടുത്ത ദിവസങ്ങളിൽ തന്നെ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യുക. സോ ദീസ് ആർ 7 ക്വസ്റ്റ്യൻസ് വിച്ച് വിൽ ബി ഫോർ യു. വളരെ എലമെന്ററി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ക്ലിയർലി ആസ്ക് മീ. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.